വ്ളോഗർ ചിന്നു പാപ്പുവിൻ്റെയും ആൺ സുഹൃത്ത് സന്തോഷിൻ്റെയും ആത്മഹത്യയിൽ അവ്യക്തത തുടരുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചിന്നു പാപ്പു എന്ന രേഷ്മയെ ആസാദ് നഗറിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ചയാണ് മന്നിപ്പാടിയിലെ വീട്ടിൽ സന്ദേശിനെ, അതായത് ഈ ആൺ സുഹൃത്തിനെ, കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഇരുവരുടെയും ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും പോലീസിന് ഇതുവരെ കൃത്യമായൊരു കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആത്മഹത്യയ്ക്ക് പിന്നിൽ പുറത്തു നിന്നുള്ള ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടായോ എന്നത് സംബന്ധിച്ച് അന്തിമ നിഗമനത്തിലെത്താൻ പോലീസിന് ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. കെ.വി. ബൈജു ചേരുന്നുണ്ട് നമുക്കൊപ്പം. ബൈജു, ഈ മരണത്തിന് ആദ്യം ഈ ചിന്നു പാപ്പുവിൻ്റെ മരണത്തിന് ഉത്തരവാദി ആൺ സുഹൃത്ത് എന്നതാണ് കരുതപ്പെടുകയും പോലീസിൻ്റെ അന്വേഷണം ആ നിലയ്ക്കെന്നാണ് കരുതുന്നത്. അതിനിടയിലാണ് ആൺ സുഹൃത്തിനെ കൂടി മരിച്ച നിലയിൽ കണ്ടെത്തപ്പെടുന്നത്. സ്വാഭാവികമായും ഒരു വലിയ ദുരൂഹതയുണ്ട്. ഇത് വ്യക്തമാക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിരന്തരം ഇടപെടുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിൽ കൂടി ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നൊരു വലിയ ദുരൂഹതയുണ്ട്. എന്തുകൊണ്ടാണ് പോലീസിന് ഇതുവരെയും ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം? പുറത്തു നിന്നുള്ള ഇടപെടലിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ കേസിൽ? സഹിത, അത് തന്നെയാണ് പോലീസ് പ്രാഥമികമായ അന്വേഷണത്തിൽ ഇത്തരത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് രേഷ്മ ആത്മഹത്യ ചെയ്തതെന്നല്ലാതെ എന്താണ് പ്രധാനപ്പെട്ട കാരണം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഉത്തരമില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് കൃത്യമായി പറഞ്ഞാൽ 10 ദിവസമായിരിക്കുന്നു രേഷ്മ ആത്മഹത്യ ചെയ്തിട്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രേഷ്മയെ ഇത്തരത്തിൽ കാസർഗോഡ് നഗരത്തിലുള്ള ആസാദ് നഗർ എന്ന് പറയുന്ന സ്ഥലത്തെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. അത് ഈ ആൺ സുഹൃത്തുമായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവർ ഈ വീട്ടിലായിരുന്നു താമസം. ആൺ സുഹൃത്തും ഇവരും തമ്മിൽ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെന്ന് ഈ അയൽവാസികളുടെ മൊഴി ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ ആൺ സുഹൃത്തിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും അത്തരത്തിൽ രേഷ്മയെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ മാത്രം ഒരു പ്രശ്നം ഇവർ തമ്മിൽ ഉണ്ടായില്ല എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് രക്ഷിതാക്കൾക്കൊപ്പം പറഞ്ഞേക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ പിന്നെ രേഷ്മയെ അലട്ടിയ അല്ലെങ്കിൽ രേഷ്മയെ നേരിട്ട കടുത്ത മാനസിക സമ്മർദ്ദം അത് എന്താണ് എന്നതിന് ഇതുവരെ ഒരു ഉത്തരം വന്നിട്ടില്ല. അത് തന്നെയാണ് കുടുംബവും പറയുന്നത്. കുടുംബം ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. സഹോദരനാണ് പരാതി നൽകിയിരുന്നത്. 10 ദിവസമായിട്ടും രേഷ്മ ആത്മഹത്യ ചെയ്യാനിടയായ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആത്മഹത്യക്കുറിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രാഥമികമായി പോലീസ് പറയുന്നത് ഈ ഭർത്താവ് മറ്റൊരു യുവതിക്കൊപ്പം, അതായത് വിവാഹിതയായ മറ്റൊരു യുവതിക്കൊപ്പം ഒളിച്ചോടി അവരുടെ കൂടെ താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് രേഷ്മയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിനിടയാക്കി അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് രേഷ്മ പോയതായിരിക്കും എന്നൊരു നിഗമനമാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും ഈ കാര്യം ആരോടും രേഷ്മ പങ്കുവച്ചിട്ടില്ല. സുഹൃത്തുക്കളോടോ അതും ആൺ സുഹൃത്തിനോടോ പങ്കുവച്ചിട്ടില്ല. കാരണം ആൺ സുഹൃത്തിന് മൊഴി രേഖപ്പെടുത്തിയതിൽ അങ്ങനെ ഒരു കാര്യം രേഷ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വളരെ സന്തോഷവതിയായി തന്നെ രേഷ്മ കാണപ്പെട്ടു എന്നാണ് ആൺ സുഹൃത്തിന് മൊഴി ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ രേഷ്മയെ ഇത്രത്തോളം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയ വിഷയം എന്താണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. പോലീസ് ഇതിൽ ഒരു അന്തിമമായ ഒരു തീരുമാനം എന്താണ്, ഈ സ്ഥിരീകരണം ഈ ഒരു ആത്മഹത്യക്ക് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെയാണ് സന്ദേശ് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചക്കാണ് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. സന്ദേശ് ഈ രേഷ്മ ആത്മഹത്യ ചെയ്തതിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു, വലിയ മാനസിക വിഷമത്തിലായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ ആത്മഹത്യയിലേക്ക് നയിക്കാൻ മാത്രം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, അല്ലെങ്കിൽ സന്ദേശ് വെളിപ്പെടുത്താതെ ഏതെങ്കിലും കാരണം ഈ രേഷ്മയെ പ്രശ്നം തമ്മിലുള്ള ഉണ്ടോ എന്നതാണ് പോലീസിന് ഇത് കണ്ടെത്താൻ സാധിക്കുന്നത്. ഏതായാലും സന്ദേശിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. പല വിവരങ്ങളും പോലീസിന് ലഭിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അത് തുടർ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനം. ഈ സന്ദേശിന്റെ സുഹൃത്തുമായി രേഷ്മ അടുപ്പത്തിലായി എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത്തരം ചോദ്യം ചെയ്യലോ മൊഴിയെടുപ്പോ അതിനുശേഷം ഉണ്ടായിട്ടില്ല. രേഷ്മയുടെ സുഹൃത്തുക്കളുടെ മൊഴി പോലീസ് അതിനുശേഷം രേഖപ്പെടുത്തില്ല. ഏതായാലും കേസ് ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതുവരെ ഒരു അന്തിമമായ ഒരു സ്ഥിരീകരണം ഈ 2 ആത്മഹത്യകളിലും ഉണ്ടായിട്ടില്ല. സജിത്ത് പറഞ്ഞതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇപ്പോഴും ഈ ഒരു ആത്മഹത്യ സംബന്ധിച്ച് വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം അത്രത്തോളം സന്തോഷവതിയായ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ഏതെങ്കിലും തരത്തിൽ നമുക്കറിയാം ഈ ബ്ലോഗർമാരുടെ പ്രത്യേകത അവരുടെ സ്വന്തം സ്വകാര്യ കാര്യങ്ങൾ പോലും അവർ ബ്ലോഗിലൂടെ അവരുടെ ഫോളോവേഴ്സിൽ പങ്കുവെക്കുന്നതാണ്. പക്ഷേ രേഷ്മയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഈ ആൺ സുഹൃത്തിനൊപ്പം വളരെ സന്തോഷവതിയായിരിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളുമായിരുന്നു പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ 4 വയസ്സുള്ള ഒരു മകനുണ്ട്. മകനെ ഈ പിതാവിനൊപ്പം താമസിപ്പിച്ചാണ് രേഷ്മ ആത്മഹത്യ ചെയ്തത്. അവിടെ കൊണ്ടുവിട്ടതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ രേഷ്മ ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചു എന്നുമാണ് പോലീസിന്റെ ഒരു നിഗമനം.
അങ്ങനെയാണെങ്കിൽ ഈ രേഷ്മയുടെ പ്രധാനമായി കണ്ടെത്തേണ്ടത് രേഷ്മയ്ക്ക് മറ്റേതെങ്കിലും പുറത്തു നിന്നുള്ള ഇടപെടൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിൽ ഭീഷണിയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് അന്വേഷിക്കേണ്ടത്. അതിൽ പോലീസ് കൃത്യമായൊരു ഉത്തരം ഇതുവരെ പോലീസിന് കിട്ടിയിട്ടില്ല എന്നതാണ്. കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത്തരം അന്വേഷണത്തിലേക്കൊന്നും കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനൊരു ഉത്തരം വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. രേഷ്മയുടെ ഈ ഒരു ആത്മഹത്യക്ക് പിന്നിൽ ആൺ സുഹൃത്താണെന്ന വലിയ പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ ആൺ സുഹൃത്തിന്റെ ഒരു ഇടപെടലല്ല അത്തരത്തിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രധാനപ്പെട്ട കാര്യം? ഈ ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഭീഷണിയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? അതല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആത്മഹത്യ ചെയ്ത ആൺ സുഹൃത്തിന്റെ ഒരു സുഹൃത്തുമായി രേഷ്മയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഏറ്റവും അവസാന നാളുകളിൽ. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ ചൊല്ലിയാണ് ഇവർ തമ്മിൽ നിരന്തരം വാക്കുതർക്കങ്ങൾ ഉണ്ടായത്. അങ്ങനെ അയാളുടെ ഏതെങ്കിലും ഇടപെടലുണ്ടോ എന്നതും അന്വേഷിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് നമ്മൾ ഈ കാര്യം അന്വേഷിച്ചപ്പോഴും ഇതിലൊരു അന്തിമ സ്ഥിരീകരണം, ഒരു കൺക്ലൂഷനിലേക്ക് പോലീസിന് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. സൈറ്റ് ബൈജു, ഒരു കാര്യം കൂടി, ഇരുവരുടെയും കുടുംബ പശ്ചാത്തലം അത് ഈ മരണത്തിന് ഇടവെച്ചിട്ടുണ്ടോ? കാരണം രണ്ടുപേർക്കും ഫാമിലിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചിന്നു പാപ്പു തന്നെ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ആൺ സുഹൃത്തിൻ്റെ പശ്ചാത്തലവും അത് തന്നെയാണ്. അപ്പോൾ ഇരുവർക്കിടയിലെ തർക്കത്തിനും അപ്പുറം മറ്റു ചില സാഹചര്യങ്ങൾ കൂടി രണ്ടുപേരും മരണത്തിലേക്ക് ഇടവെച്ചു. മറ്റു ദുരൂഹതകൾ, ഈ ആത്മഹത്യ എന്ന നിഗമനത്തിൽ തന്നെ പോലീസ് ഉറച്ചു നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ. സൈത്തെ, അത് നമ്മൾ നേരത്തെ അന്വേഷിച്ചാണ്. ഈ രേഷ്മയുടെ കുടുംബവുമായി ഒരു പ്രശ്നവും ഇവർ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഏറ്റവും അവസാനമായി ഈ ആത്മഹത്യ ചെയ്യുന്നതിന് ഒരാഴ്ച മുൻപ് രേഷ്മയുടെ ആൺ സുഹൃത്തും അവരുടെ കുടുംബ വീട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്നും 24-ാം തീയതിയാണ് രേഷ്മ ഇങ്ങനെ കാസർഗോഡേക്ക് വന്നത്. ഈ കാസർഗോഡേക്ക് മാറി താമസിക്കുന്നത് തന്നെ കരിയറിൽ, അതായത് ഇങ്ങനെ ഒരുപാട് വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ കൊളാബൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വർക്കുകൾ ഉണ്ടാകുമ്പോൾ അതിന് സൗകര്യാർത്ഥം ഈ കാസർഗോഡ് നഗരത്തിൽ താമസിക്കുന്നതാണ് ഇവരുടെ പിതാവ് പോലും വ്യക്തമാക്കിയിരിക്കുന്നത്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ആൺ സുഹൃത്തുമായി ഒരുമിച്ച് നിൽക്കുന്നതിനോ അല്ലെങ്കിൽ ആൺ സുഹൃത്തുമായി ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് പ്രശ്നങ്ങളോ കുടുംബപരമായി ഒന്നുമില്ല. അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ സന്ദേശിന്റെ കൂടെ താമസിക്കുന്നത്. സന്ദേശ് ഇവരുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. ഈ വീഡിയോകളിലൊക്കെ സന്ദേശിനെ കാണാം. കുടുംബം അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ അവരുടെ ജോലി ആവശ്യാർത്ഥാണ് കാസർഗോഡ് നഗരത്തിൽ ഇങ്ങനെ വാടക ക്വാർട്ടേഴ്സിൽ നിൽക്കുന്നതെന്നാണ് പോലീസും വ്യക്തമാക്കിയിരുന്നത്. അതുപോലെ തന്നെ സന്ദേശ് ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ്, സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അവിടെയും ഈ ചിന്നുപാപ്പുവിന്റെ കൂടെ താമസിക്കുന്നതോ അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്നതിനോ അവർക്ക് എതിർപ്പുണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ കാര്യമായ എന്തോ ഒരു ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും അത് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് ഒരു പക്ഷേ ഇവർ വാടകയ്ക്ക് താമസിക്കുന്നതിന് സമീപം ഉള്ള ഒരു നിൽക്കുന്ന ഒരാളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ഈ കുടുംബം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത്. ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്. അയാളെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. പിന്നീട് രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. പോലീസിന് യാതൊരു തെളിവും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് ഇയാൾ മരന്നൊന്ത് ഒരു പക്ഷേ ഈ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇയാളുടെ ഈ ആൺ സുഹൃത്തിന്റെ ഫോട്ടോ വെച്ച് ഇത്തരത്തിൽ വലിയ തോതിൽ രേഷ്മ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം ഈ ആൺ സുഹൃത്താണെന്ന തരത്തിൽ വലിയ തോതിൽ പ്രചരണം ഉണ്ടായിരുന്നു. അത് ഫോട്ടോ സഹിതം ഉണ്ടായിരുന്നു. അത് ഇയാളെ സംബന്ധിച്ചിടത്തോളം വലിയ മനോവിഷമം ഉണ്ടാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഈ രേഷ്മ ആത്മഹത്യ ചെയ്തതിലും ഇയാൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു പറയുന്നു. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഈ ബ്ലോഗറായ രേഷ്മ ആത്മഹത്യ ചെയ്യാനിടയായ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പോലീസിന് അതിൽ ഒരു ഉത്തരം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ആൺ സുഹൃത്ത് അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇവർക്ക് ഉണ്ടായ പ്രശ്നം എന്ന് സംബന്ധിച്ച്, അതല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ ഇതിൽ ഉണ്ടോ, അത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ദുരൂഹത പുറത്തു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചിന്നു പാപ്പു വളരെ പ്രമുഖയാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ദുരൂഹത പൂർണ്ണമായും നീക്കപ്പെടണം. അന്വേഷണം നടക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.